നമസ്കാരം. ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ഇന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ തിളങ്ങി മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച ചിത്രം ഉൾപ്പെടെ 10 പുരസ്കാരങ്ങൾ. മികച്ച നടൻ മമ്മൂട്ടി, നടി ഷംല ഹംസ, ടൊവിനോ തോമസ്, ആസിഫ് അലി, ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ എന്നിവർക്ക് പ്രത്യേക ജൂറി പുരസ്കാരം. ജനപ്രിയ ചിത്രം പ്രേമലു. KS ഹരിശങ്കർ മികച്ച ഗായകൻ. സെബാറ്റോമി ഗായിക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായ N വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. നടപടി സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി SIT കസ്റ്റഡിയിൽ. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീ. പൊതുസ്ഥലങ്ങളിൽ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ ഇടപെടലുണ്ടാകുമെന്ന് സുപ്രീം കോടതി. തെരുവ് നായ വിഷയത്തിൽ ദേശീയ മൃഗക്ഷേമ ബോർഡിനെ കക്ഷിയാക്കി. സംസ്ഥാനങ്ങളുടെ മറുപടി ക്രോഡീകരിച്ച് സമർപ്പിക്കാൻ അമിക്കസ് ക്യൂറിക്ക് നിർദ്ദേശം. വെള്ളിയാഴ്ച ഇടക്കാല ഉത്തരവിറക്കും. മറുപടി വൈകിയതിൽ നിരൂപാധികം മാപ്പ് പറഞ്ഞ് ചീഫ് സെക്രട്ടറിമാർ. വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ് ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. പെൺകുട്ടി തീവ്ര പരിചരണ വിഭാഗത്തിൽ. മകൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്ന് കുട്ടിയുടെ അമ്മ. വാതിൽക്കലിൽ നിന്ന് മാറാത്ത ദേഷ്യത്തിൽ ട്രാക്കിലേക്ക് ചവിട്ടിയിട്ടുവെന്ന് പ്രതി സുരേഷ് കുമാറിന്റെ കുറ്റസമ്മതം. വധശ്രമത്തിന് കേസെടുത്തു. വനിതാ ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹം. ജയം തുടരുമെന്ന് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. 51 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഷംല ഹംസയാണ് മികച്ച നടി. ഫെമിനിച്ചി ഫാത്തിമയിലെ പ്രകടനമാണ് ഷംലയെ അവാർഡിന് അർഹയാക്കിയത്. നടന്ന സംഭവം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ലിജോ മോൾ സ്വഭാവ നടിയായി. ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ, ടൊവിനോ തോമസ്, ആസിഫ് അലി എന്നിവർക്ക് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു. വിവരങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നുണ്ട്. ഹരീഷ്, 2025 സംസ്ഥാന പുരസ്കാരത്തിലേക്ക്, ചലച്ചിത്ര പുരസ്കാരത്തിലേക്ക് വന്നാൽ ഈ അവസാന നിമിഷം സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക പേർക്കും അവാർഡ് കരസ്ഥമാക്കി എന്ന് തന്നെ പറയാം. ഒപ്പം തന്നെ പുരസ്കാര നിറവിലാണ്, അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയിരിക്കുകയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ആ രീതിയിലൊക്കെ നമുക്ക് ഈ അവാർഡിനെ എങ്ങനെ കാണാം? അമ്പിളി, തീർച്ചയായും അത് തന്നെയാണ്. ആ ഒരു സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അവാർഡ് ലഭിച്ചു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത് മമ്മൂട്ടിയുടെ പേര് തന്നെയായിരുന്നു. നമ്മുടെ സ്വന്തം മമ്മൂക്കയ്ക്കാണ് അവാർഡ് എന്ന് പറഞ്ഞായിരുന്നു മന്ത്രി അടക്കം അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചത്. ഭ്രമയുഗത്തിനാണ് അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് ലഭിച്ചത്. ആ വേറിട്ട അഭിനയം കാഴ്ചവെച്ചതിനാണ്. ഈ ഒരു മോണോക്രോം, ഈ ഒരു കാലഘട്ടത്തിൽ മോണോക്രോം സംവിധാനത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ ഇത്തരത്തിലുള്ള ഒരു വേഷം അദ്ദേഹം കൈകാര്യം ചെയ്തു. ഈ ഒരു പ്രായത്തിലും അദ്ദേഹം അത് കൈകാര്യം ചെയ്തു. ഇപ്പോഴും വ്യത്യസ്തത അന്വേഷിക്കുന്ന ഒരു നടൻ കൂടിയാണ് മമ്മൂക്ക എന്നുള്ളൊരു പരാമർശം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ, മമ്മൂട്ടിയുടെ പേര് പറഞ്ഞപ്പോൾ വലിയ കരഘോഷമാണ് ഉയർന്നത്. അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദം മധുരം നൽകിയാണ് ഈ ഒരു പുരസ്കാരത്തെ ഏറ്റുവാങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ഒരു പേരും. ഈ ഒരു പുരസ്കാര ചടങ്ങിൽ ഏറ്റവും കൂടുതൽ കേട്ട പേര് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെയാണെന്നുള്ളത്. നിരവധി പുരസ്കാരങ്ങൾ മഞ്ഞുമ്മൽ ബോയ്സിനെ തേടിയെത്തിയിട്ടുണ്ട്. അത് മികച്ച സംവിധായകനാണെങ്കിലും മികച്ച ചിത്രമാണെങ്കിലും ഗാനരചയിതാവിനുള്ള ഈ പുരസ്കാരമാണെങ്കിലും പശ്ചാത്തല സംഗീതത്തിന്, അത്തരത്തിൽ നിരവധി പുരസ്കാരങ്ങൾ മഞ്ഞുമ്മൽ ബോയ്സിനെ തേടിയെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഒപ്പം പറയേണ്ടതാണ് ഈ യുവ നടന്മാരുടെ, മമ്മൂട്ടിയോടൊക്കെ ഒപ്പം മത്സരിച്ച് അഭിനയിച്ചു ഈ യുവ നടീ നടന്മാർ എന്നുള്ള കാര്യം വേണം പറയാൻ. അതിൽ ടൊവിനോ തോമസിന് ഇത്തരത്തിലുള്ള പ്രത്യേക ജൂറി പരാമർശം പുരസ്കാരമുണ്ട്. അതുപോലെ ആസിഫ് അലിക്കുണ്ട്, ദർശന രാജേന്ദ്രൻ, ജ്യോതിർമയി തുടങ്ങിയ ആളുകൾക്കൊക്കെ, തുടങ്ങിയ നടീ നടന്മാർക്കൊക്കെ ഇത്തരത്തിലുള്ളൊരു പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ഈ ഒരു മമ്മൂട്ടിയെ പോലുള്ള ഇത്രയും വലിയ സീനിയർ ആക്ടേഴ്സിനൊപ്പം തന്നെ യുവ നടീ നടന്മാരും പിടിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ അവരും മത്സരിച്ച് അഭിനയിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അത് പ്രകാശ് രാജ് അടക്കം അത്തരത്തിൽ അഭിസംബോധന ചെയ്യുകയുണ്ടായി.
ഈ സീനിയർ നടന്മാരോടൊപ്പം ഇന്നത്തെ കാലഘട്ടത്തിലെ യുവ നടീനടന്മാരും പിടിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ അവരും മത്സരിച്ച് പുതിയ പുതിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. അത്തരത്തിൽ എല്ലാ മേഖലയിലും തൊട്ടുകൊണ്ട്, അല്ലെങ്കിൽ സീനിയർ ജൂനിയർ എന്ന വ്യത്യാസമില്ല, എല്ലാ നടീനടന്മാരെയും അവരുടെ പ്രവർത്തനങ്ങൾ അവലംബിച്ചുകൊണ്ട് അതിലൂന്നിക്കൊണ്ടുള്ള ഒരു പുരസ്കാര സമർപ്പണം തന്നെയായിരുന്നു ഏറ്റവും പ്രധാനമായി ഇന്ന് നടന്നത്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനമായി വിജയരാഘവന് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു കിഷ്കിന്ധാ കാണ്ഡത്തിൽ അദ്ദേഹം കാഴ്ചവെച്ച അഭിനയം അത്രത്തോളം വളരെ പ്രസക്തമായിരുന്നു, വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രകടനം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഈ ഒരു മറവി ഉള്ള ആൾ, അല്ലെങ്കിൽ ഓർമ്മപ്പിശകുള്ള ഒരാളായിട്ടുള്ള ഒരു വ്യത്യസ്തമായ കഥാപാത്രമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. എന്തുകൊണ്ടോ ആ ഒരു അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചില്ല. അതിന് പകരമാണ് ബ്രഹ്മയുഗത്തിലെ സിദ്ധാർത്ഥ് ഭാരതൻ്റെ പ്രകടനത്തിന് അവാർഡ് ലഭിച്ചത് എന്നുള്ളതാണ്. അത് പ്രകാശ് രാജ് പറഞ്ഞത് ഈ സിദ്ധാർത്ഥ് ഭാരതൻ്റെ പ്രകടനം കുറച്ചും കൂടി നല്ലതായി തോന്നി, അതുകൊണ്ടാണ് അവാർഡ് നൽകിയത് എന്നുള്ളതാണ് പറയുന്നത്. രണ്ടുപേരുടെയും പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്നാലും ഈ വിജയരാഘവന് അവാർഡ് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അദ്ദേഹം സാധ്യതാ പട്ടികയിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചില്ല, പകരം സിദ്ധാർത്ഥ് ഭാരതന് അവാർഡ് ലഭിച്ചത്. മറ്റൊന്ന് വേടനുള്ള ഗാനരചയിതാവിനുള്ള അവാർഡാണ്. അതൊട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. കാരണം വേടനെ പോലെ ഒരാൾ അല്പസമയം കൊണ്ട് വലിയ പ്രസിദ്ധി ആർജിച്ച ഒരാളാണ്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പുരസ്കാരം ഉണ്ടാകുമെന്ന് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഗാനരചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചു എന്നുള്ളതാണ്. ഈ മഞ്ഞുമൽ ബോയ്സിൽ തന്നെ കുതന്ത്രം എന്ന പാട്ടിനാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു അവാർഡ് ലഭിച്ചത്. അത് ഒട്ടും പ്രതീക്ഷ ഇല്ലാത്ത ഒരു സംഭവമായിരുന്നു. അത് വേടനുമായി സംസാരിച്ചപ്പോൾ ഈ ഒരു പ്രത്യേകിച്ച് ഒരു വിവാദത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വിവാദങ്ങളെല്ലാം അതിൻ്റെ വഴിക്ക് നടക്കും, താൻ തൻ്റെ കലയുമായി മുന്നോട്ട് തന്നെ പോകും എന്നുള്ളൊരു മറുപടിയാണ് പറഞ്ഞത്. ഈ ഒരു വിവാദത്തിൻ്റെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പുരസ്കാരം ലഭിച്ചതും ഏറെ ചർച്ചയാകുന്ന ഒരു സംഭവമാണ് എന്നുള്ളതാണ്. എന്തായാലും ഒട്ടുമിക്ക താരങ്ങളെയും അതായത് നല്ല പ്രകടനം കാഴ്ചവെച്ച ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. എല്ലാവർക്കും അവർക്ക് അർഹതപ്പെട്ട പുരസ്കാരങ്ങൾ ഈ ഒരു ഇപ്രാവശ്യം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സാധ്യതാ പട്ടികയിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അത്തരത്തിലുള്ള പുരസ്കാരം ലഭിച്ചു എന്നുള്ളതാണ്. എന്തായാലും മമ്മൂട്ടിയുടെ പേര് പറഞ്ഞപ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് അത് ആരാധകർ ഏറ്റെടുത്തത്. മധുരം നൽകിയാണ് ഈ ഒരു പുരസ്കാര ജേതാവ് എന്നുള്ള വാർത്ത ആളുകൾ സ്വീകരിച്ചത് എന്നുള്ളതാണ്. ശരി, ഹരീഷ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹരീഷ് നാരായൺ. ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ നോക്കാം. മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ KS ഹരിശങ്കർ സന്തോഷം പങ്കിട്ടു. അമൃത TVയിൽ നിന്ന് ആദ്യം ലഭിച്ച അവാർഡ് തനിക്കെന്നും പ്രചോദനമായിരുന്നുവെന്നും ഹരിശങ്കർ പറഞ്ഞു. എൻ്റെ അച്ഛനാണ് എൻ്റെ പാട്ടിൽ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അച്ഛനിപ്പോൾ എന്നോടൊപ്പം ഇല്ല. അച്ഛനാണ് എൻ്റെ എന്താ പറയുക ഓൾ ടൈം മൈ ഫേവറേറ്റ് പേഴ്സൺ എന്ന് പറയാം. അതുപോലെ എൻ്റെ അമ്മൂമ്മ, പിന്നെ രാജാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞേ പറ്റൂ. ഇപ്പം സൗണ്ട് മിക്സ് ചെയ്യുന്ന ചേട്ടനും എന്നെ ഒരുപാട് കൊച്ചിലെ പല വേദികളിലും പാടാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ എൻ്റെ അമ്മ കമലാലക്ഷ്മി, പിന്നെ എൻ്റെ മൃദംഗത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ജയദേവൻ സാറ്, സുശീൽ സാറ്, രാജേഷ് നാഥ് സാറ്. പിന്നെ എന്നെ ഇപ്പോഴും പഠിപ്പിക്കുന്ന, ഞാൻ പല മ്യൂസിക് ഡയറക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം രണ്ട് പേരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഞാൻ ഈ ഒരു മൊമെൻറ്റിൽ ഓർക്കുന്നു. കാരണം അറിവ് പകർന്നു തരുന്ന ആരും ഗുരുവാണ്. എനിക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ ഒരു വേളയിൽ സ്മരിക്കുന്നു. മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് റാപ്പർ വേടൻ. വിവാദങ്ങൾ അതിന്റെ വഴിക്ക് നടക്കുമെന്നും താൻ തന്റെ കലയുമായി മുന്നോട്ട് പോകുമെന്നും വേടൻ പ്രതികരിച്ചു. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലെ കുതന്ത്രം എന്ന പാട്ടിനാണ് വേടന് അംഗീകാരം ലഭിച്ചത്. ഈ ഒരു ഏരിയയിൽ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ഇങ്ങനെ അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ അത് പുതിയ ഒരു ന്യൂ കമ്മർ എന്നുള്ള നിലയ്ക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു രാഷ്ട്രീയം പറയുന്ന ഒരു ആർട്ടിസ്റ്റും കൂടി ആകുമ്പോൾ നമുക്കിങ്ങനെ ഒരു അവാർഡ് കിട്ടുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്താൻ ഇത് സഹായിക്കും എന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെന്താണ്, ലൈക്ക് വിവാദങ്ങൾ അതിൻ്റെ വഴിക്ക് നടന്നു പോകുന്നുണ്ട്. ഇത് നമ്മളതിനെ ജോലി ചെയ്യാൻ ഇനിയും ഊർജം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ജോലികൾ പാട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. മഞ്ഞുമൽ ബോയ്സുമായി സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാവരുടെയും പ്രയത്നമാണ് ഇത്രയധികം പുരസ്കാരങ്ങൾ കിട്ടാൻ കാരണമായതെന്ന് നടൻ സൗബിൻ ഷാഹിർ. പുരസ്കാരം യഥാർത്ഥ കുട്ടേട്ടന് സമർപ്പിക്കുന്നു. ഒരു ടീം വർക്കിന്റെ വിജയമാണ് ഈ അംഗീകാരം. അവാർഡ് ലഭിച്ച എല്ലാവർക്കും അഭിനന്ദനമെന്നും സൗബിൻ പറഞ്ഞു. പടത്തിന് ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടാകുന്നു, പക്ഷെ ഇത്ര അധികം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ വളരെ സന്തോഷം. എന്തായാലും അജയനും ഷൈജുവിനും
പിന്നെ ബാക്കിയുള്ള കിട്ടിയിരിക്കുന്ന ബാക്കിയുള്ള ചിത്രങ്ങൾക്കും നല്ല അവാർഡ്സ് തന്നെ കിട്ടിയിരിക്കുന്നു. ബോഗൻവില്ല, അമലേട്ടനാണെങ്കിൽ ജ്യോതി ചേച്ചി കിട്ടിയതൊക്കെ വളരെയധികം സന്തോഷം. ടോവിനോ, പിന്നെ ആസിഫ്, മമ്മൂക്ക, എല്ലാവർക്കും ഫെമിനിസ്റ്റ് മൂവിയിൽ അവരൊക്കെ എല്ലാവരും കിട്ടി വളരെയധികം സന്തോഷം. അപ്പോൾ അതിൽ വർക്ക് ചെയ്ത എല്ലാവരും ഒരു പ്രയത്നം തന്നെയാണ് ഇതിന് ഇത്രയധികം കിട്ടാനുള്ള അവാർഡ്സ് കിട്ടാനുള്ള കാരണം. പിന്നെ എൻ്റെ ഇതാണിപ്പോഴും സ്വഭാവം എന്ന് പറഞ്ഞാൽ കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും റിയൽ മഞ്ഞുൽ ബോയ്സിലെ കുട്ടേട്ടനുണ്ടല്ലോ, ശ്രീചേട്ടൻ, അത് ശരിക്കും അദ്ദേഹത്തിന് ഞാൻ സമർപ്പിക്കാനാണ് ഈ അവാർഡ്. നടന്ന ഒരു സംഭവം അത് പുനരാവിഷ്കരിക്കുന്നത് തന്നെ റിസ്ക് ആണ്. പ്രേക്ഷകർ ഏറ്റെടുത്തു, ഇപ്പോൾ ജൂറി അത് അംഗീകരിച്ചിരിക്കുന്നു എന്നാണല്ലേ? അതെ, വളരെയധികം സന്തോഷം. നമ്മൾ അത് ആക്ട് ചെയ്താണ് ഇപ്പോഴും അതിൻ്റെ റിയലില് ശരിക്കുള്ള കുട്ടേട്ടൻ ചെയ്തതിന് അതിനൊരു അംഗീകാരം കിട്ടിയ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ അവാർഡ്സിൻ്റെ എല്ലാ സന്തോഷവും റിയൽ കുട്ടേട്ടനാണ്. മികച്ച നടിക്കുള്ള പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച ജ്യോതിർമയും ദർശനയും സന്തോഷം പങ്കുവച്ചു. സന്തോഷം എല്ലാം എനിക്കൊരു ബോണസായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കുറേ നാളിന് ശേഷം എനിക്കൊരു നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ അവസരം കിട്ടി. അതിൽ ഇങ്ങനെ ഒരു റെക്കഗ്നീഷൻ കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ബോണസ് തന്നെയാണ്, ഒരു വലിയൊരു അംഗീകാരമാണ്. എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. അവാർഡ് കിട്ടിയ മമ്മൂക്കയ്ക്കും ഷംല ഹംസ അവർക്ക്, പിന്നെ ഇന്നെന്നല്ല എല്ലാ അവാർഡ് ലഭിച്ചിട്ടുള്ള ഈ വർഷത്തെ എല്ലാ വിജയികൾക്കും, അതുപോലെ അതിനകത്ത് നോമിനേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും എനിക്ക് തോന്നുന്നു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. എല്ലാവരും നല്ല മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നല്ല ഓഫേഴ്സ്, എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫേഴ്സ് വരികയാണെങ്കിൽ തീർച്ചയായും അഭിനയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. വെരി ഹാപ്പി. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ബട്ട് പാരഡൈസ് പോലത്തെ ഒരു പടത്തിന് ഇങ്ങനത്തെ അക്നോളജ്മെൻറ്റ് കിട്ടുന്നത് ഐ എം റിയലി ഹാപ്പി. ഭയങ്കര സ്പെഷ്യൽ പടമായിരുന്നു എനിക്ക്. ഇങ്ങനെ ഏറ്റവും ഐഡിയൽ സെറ്റിങ്ങിൽ വർക്ക് ചെയ്ത പോലെ തോന്നി. എല്ലാ രീതിയിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ബെസ്റ്റ് ആൾക്കാർ വർക്ക് ചെയ്യാൻ പറ്റുന്നതും. ഞാൻ മീൻസ് ഈ പടം ഓണായിട്ട് ഞാൻ ഇതിനെപ്പറ്റി കേൾക്കുന്നുണ്ടായിരുന്നു. റോഷനും രാജീവേട്ടനും ഒക്കെ ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ ലാസ്റ്റ് മെമ്പറായിട്ടാണ് ഞാൻ കയറുന്നത്. ആൻഡ് ഐ എം റിയലി ഗ്ലാഡ് ബിക്കോസ് ഭയങ്കര എപ്പോഴും ഫോർ ലൈഫ് ഓർക്കുന്ന ഒരു പ്രോജക്റ്റും എക്സ്പീരിയൻസും ആയിരിക്കും. സോ രാജീവേട്ടനും റോഷനും ആണ്. ഐ തിങ്ക് ഇതിന് ഒരു നോർത്ത് ഇന്ത്യൻ ആക്ടർ, ഫീമെയിൽ ആക്ടർ ആയിരിക്കും. ആൻഡ് റോഷനാണ് മെയിൻ ലീഡായിട്ട് ഉണ്ടായിരുന്നത്. കഥയിൽ അങ്ങനെയായിരുന്നു. പിന്നെ അത് റീവർക്ക് ചെയ്ത് അറ്റ് വൺ പോയിന്റ് റീകൺസിഡർ ചെയ്യാൻ, അതൊരു രണ്ടുപേരും മലയാളികളാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് അപ്പോഴാണ് ഐ തിങ്ക് രാജീവേട്ടൻ സജസ്റ്റ് ചെയ്തിട്ടാണ് പ്രശ്ന സാറ് വിളിക്കുന്നതും കഥ കേൾക്കുന്നതും ഒക്കെ. ആൻഡ് ഓൾറെഡി എന്താ പറയുക, രാജീവേട്ടനും പ്രശ്ന സാറും ഒക്കെ ചെയ്യുന്ന എന്ത് പ്രോജക്റ്റ് ആണെങ്കിലും ഐ ബി വെരി ഹാപ്പി ടു ബി എ സ്മോൾ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പടം കഥ വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, ഒരു ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നിയില്ല. ചാലഞ്ചിങ് ആയിരിക്കും എന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ചെയ്തത്. എല്ലാവർക്കും നന്ദി എന്നാണ് മികച്ച നടനുള്ള പുരസ്കാരം നേടിയ നടൻ മമ്മൂട്ടി പ്രതികരിച്ചത്. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു. എൻ്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും, ഇപ്പം എൻ്റെ കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസിഫിനും ടോവിനോയ്ക്കും കൺഗ്രാജുലേഷൻസ്. ഷംല ഹംസയ്ക്ക്, പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ, അത് മഞ്ഞുമൽ ടീംസ് അല്ലേ. അതിന് ആക്ടർക്ക് അവാർഡ് ഉണ്ടോ? ആക്ടർക്ക് അവാർഡ് ഉണ്ട്. സൗബിനും ആസിഫ് സബനല്ല, ബെസ്റ്റ് ആക്ടറാണ്. സൗബിനും എല്ലാവർക്കും, നമ്മുടെ പടത്തിന് റോണക്സിനുണ്ട്, മ്യൂസിക് ഡയറക്ടറുണ്ട്. അങ്ങനെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അമൽ നീരത് ടീമിന് അഭിനന്ദനങ്ങൾ, മഞ്ഞുമൽ ബോയ്സ് ടീമിന് അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കിട്ടാത്തവർ അടുത്ത പ്രാവശ്യം കിട്ടും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പ്രതീക്ഷിച്ചിട്ടല്ലോ ചെയ്യുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. താങ്ക് യു. തൂക്കാൻ ഇതെന്താ വല്ലോ കട്ടിയാണ്. വൈവിധ്യമാർന്ന വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ ഭ്രമയുഗത്തിലേക്ക് വന്നപ്പോൾ വ്യത്യസ്തത എന്തായിരുന്നു? അത് കഥാപാത്രവും കഥയും ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഇത്രയധികം മത്സരം ഉണ്ടായി. പല തലമുറകൾക്കൊപ്പം നടന്നതാണ് അദ്ദേഹം. എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു യാത്രയല്ലേ.
കൂടെ നടക്കാൻ ഒത്തിരി പേരുണ്ടാവില്ലേ, അവരും നമ്മളൊപ്പം കൂട്ടിയ പോലെ എന്ന് വിചാരിച്ചാൽ മതി. ഇതൊരു മത്സരമൊന്നും പറയാൻ പറ്റില്ല അല്ലേ, നമ്മൾ ഓട്ട മത്സരമൊന്നും അല്ലല്ലോ. പുതുതലമുറയാണ് ഇത്തവണ അവാർഡ് മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത്. ഞാനെന്താ പഴയതാണോ? ഞാനും ഈ തലമുറപ്പെട്ട ആളല്ലേ. ക്യാമറയ്ക്ക് ഞാനിത് പടത്തിലെ പിന്നെ ക്യാമറ ലഡു വാങ്ങിച്ചോണ്ട് വരും. പിന്നെ കാണുമ്പോൾ ഇനി മറ്റു വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണപ്പാളി കടത്തിയ കേസിൽ മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റുമായ എൻ വാസുവിനെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. ദേവസ്വം പ്രസിഡന്റായിരുന്ന എൻ വാസുവിന്റെ PAയും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. അതേസമയം കട്ടളയിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റാന്നി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി. അതേസമയം SIT സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ശബരിമല ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ ഉരുക്കി സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽപ്പന നടത്തിയ സംഭവത്തിൽ മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിന്റെ പങ്ക് സംബന്ധിച്ച് അറസ്റ്റിലായ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എൻ വാസുവിനെ ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരിട്ടറിയില്ലെന്നും ബാക്കി സ്വർണം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച മെയിൽ തിരുവാഭരണം കമ്മീഷണർക്കും എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കൈമാറുക മാത്രമാണ് ചെയ്തതെന്നുമാണ് എൻ വാസു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ചോദ്യം ചെയ്യലിൽ കൂടുതൽ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയതായാണ് സൂചന. ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്തതെന്നായിരുന്നു അറസ്റ്റിലായ മുരാരി ബാബുവും സുധീഷ് കുമാറും അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. അതേസമയം ശ്രീകോവിലിലെ കട്ടിളയിലെ സ്വർണം കവർച്ച ചെയ്ത സംഭവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റാന്നി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി. 10-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. കസ്റ്റഡിയിൽ വിടുന്നതിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ ശക്തമായി എതിർത്തു. അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ദ്വാരപാലക ശില്പത്തിൽ നിന്നും ഉരുക്കി മാറ്റിയ സ്വർണം വിൽപ്പന നടത്തിയ വകയിൽ 15 ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയത് കൂടാതെ സ്പോൺസർമാരിൽ നിന്നും 70 ലക്ഷത്തോളം രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിയതായി ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ യുവതിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ലാത്ത യുവതിക്ക് വെന്റിലേറ്റർ സഹായവും നൽകുന്നുണ്ട്. സംഭവത്തിൽ പ്രതി സുരേഷ് കുമാർ കുറ്റം സമ്മതിച്ചു. വാതിൽക്കൽ നിന്നും പെൺകുട്ടി മാറാത്തതിന്റെ ദേഷ്യത്തിലാണ് ചവിട്ടിയതെന്നാണ് മൊഴി. കഴിഞ്ഞ രാത്രി ആലുവയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന പാലോട് സ്വദേശിനി ശ്രീകുട്ടിയെയാണ് സഹയാത്രികൻ സുരേഷ് കുമാർ ചവിട്ടി പുറത്തേക്കിട്ടത്. വർക്കല അയന്തിക്ക് സമീപമായിരുന്നു സംഭവം. മദ്യലഹരിയിലായിരുന്ന ഇയാൾ വാതിലിന് സമീപത്തു നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടും മാറാത്തതിന്റെ ദേഷ്യത്തിൽ ചവിട്ടി വീഴ്ത്തുകയായിരുന്നുവെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ സുരേഷിനെ കോടതിയിൽ ഹാജരാക്കും. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. തലയ്ക്കും വയറിനും ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ തലയ്ക്കുള്ളിലെ രക്തസ്രാവം തടയുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. വെന്റിലേറ്ററിന്റെ സഹായവും നൽകുന്നുണ്ട്. ശ്രീകുട്ടിയെ തള്ളിയിടുന്നത് കണ്ട് പകച്ചു നിന്ന തന്നെയും പുറത്തേക്ക് ചവിട്ടി തള്ളിയതായി പെൺകുട്ടിയുടെ സുഹൃത്ത് അർച്ചന വ്യക്തമാക്കി. ഇയാൾ എവിടെ നിന്നാ കയറിയതെന്ന് അറിയത്തില്ല. ഇയാൾ കയറി വന്നപ്പോ തന്നെ എങ്ങനെയായിരുന്നു ഇയാളുടെ അവസ്ഥ? അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, മാത്രമേ ഞങ്ങൾക്ക് അറിയത്തില്ല, വേറൊന്നും അറിയത്തില്ല. ഇയാള് ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു? അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങള് ഒരു സാധാ രീതിയിൽ ഞങ്ങൾ നിൽക്കുമായിരുന്നു. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് അവള് വാഷ്റൂമിൽ പോയിട്ട് ഇറങ്ങി പുറത്ത് നിൽക്കുമായിരുന്നു. നിന്നിട്ട് പുറത്തോട്ട് നോക്കി നിൽക്കുമായിരുന്നു. അപ്പം ഞാനും പുറത്ത് ഇറങ്ങി വന്ന ടൈമിൽ ഈ പുള്ളി അങ്ങ് ചവിട്ടി അങ്ങ് തള്ളിയിട്ടു. അവളെ നടുവിന് ചവിട്ടി അങ്ങ് തള്ളിയിട്ടു. അവളെ ചവിട്ടിയിട്ട് ആ സെക്കൻഡ് തന്നെ എൻ്റെ കൈ എൻ്റെ കാലിനെ പിടിച്ച് ഞാൻ എന്നെ പകുതി പുറത്തിട്ട അയാൾ പകുതി പുറത്തായി. ഞാൻ ഒരു അങ്കിൾ എന്നെ പിടിച്ച് മേളോട്ട് കയറ്റിയത്. ശ്രീകുട്ടിയുടെ ബന്ധുക്കളും ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്മൂമ്മയും അമ്മയും അമ്മാവനും ഉൾപ്പെടെയുള്ളവരാണ് മെഡിക്കൽ കോളേജിൽ എത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മകൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്ന് ട്രെയിനിൽ അതിക്രമത്തിൽ പരിക്കേറ്റ ശ്രുതിയുടെ അമ്മ. മെഡിക്കൽ കോളേജിലെ ചികിത്സ തൃപ്തികരമല്ല, മകൾ ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. മെഡിക്കൽ ബോർഡിംഗ് മീറ്റിംഗ് കൂടിയതിനു ശേഷം ചികിത്സയെപ്പറ്റി പറയാമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചതെന്നും കുട്ടിയുടെ അമ്മ പറഞ്ഞു. 20 മുറിവ് ദേഹത്തുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. ഇതുവരെയും ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടില്ലെന്നും വീട്ടുകാർ ആരോപിച്ചു.
കുട്ടിക്ക് ബെറ്റർ ചികിത്സയാണ് എനിക്കിപ്പോൾ വേണ്ടത്. കാരണം ഇത് നിങ്ങൾ തന്നെ കയറി കണ്ടാൽ നിങ്ങൾക്കറിയാം. ഞാനൊരു അമ്മയാണ്. ഞാൻ ചെന്ന് കാണുമ്പോൾ സത്യം ദൈവത്തിനാണ് ഞാൻ പറയാണ്, എൻ്റെ കുട്ടി ഒരു പാതി കണ്ണടച്ച് തണുത്തൊരു ഐസ് പോലെ അവിടെ കിടപ്പുണ്ട്. വെന്റിലേറ്റർ കൂടെ ശ്വാസം എടുക്കുന്നുണ്ട്, വിടുന്നുണ്ട്. ഞാൻ അത്ര കഷ്ടപ്പെട്ട്, ഒരു മനുഷ്യൻ്റെ സഹായമില്ല, ഞാൻ അത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. ഇതുവരെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് അവർക്ക് കിട്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ പറയുന്നതെന്ന് വെച്ചാൽ അവർ ഒരു മണിക്ക് ഒരു ബോർഡ് മീറ്റിംഗ് കൂടി എല്ലാ ഡോക്ടർമാരെയും വിളിച്ച് വരുത്തി അവരെയും കൂടെ ഒരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാൻ പറ്റൂ. അതിന് എപ്പോഴാണ്? ഇന്നലെ വൈകുന്നേരം കൊണ്ടുവന്നതാണ് എൻ്റെ കുട്ടീനെ. അതിന് എപ്പോഴാണ്? പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ കുട്ടി കിട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കുട്ടി എനിക്ക് ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് എനിക്ക് ജീവനോടെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വർക്കലയിൽ ട്രെയിനിൽ പെൺകുട്ടിയെ ആക്രമിച്ചതിൽ പ്രതികരണവുമായി ട്രെയിൻ യാത്രക്കിടെ ഗോവിന്ദചാമി കൊലപ്പെടുത്തിയ സൗമ്യയുടെ അമ്മ സുമതി. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രെയിനിൽ സുരക്ഷയില്ല. സൗമ്യ കൊല്ലപ്പെട്ടപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാത്രം പ്രഹസനമെന്ന രീതിയിൽ കമ്പാർട്ട്മെന്റുകളിൽ പരിശോധന നടന്നു. ഇനിയെങ്കിലും അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും ആർക്കും ഈ ഗതി ഉണ്ടാകരുതെന്നും സൗമ്യയുടെ അമ്മ പറഞ്ഞു. റെയിൽവേ സുരക്ഷിത അത് വളരെ കാര്യമായിട്ട് ഇത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത്, ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. എന്നേക്കുമായി നമ്മളിപ്പോൾ എല്ലാവരും റെയിൽവേ സ്റ്റേഷനും എല്ലാം ഇതായിട്ടാണ് വരുന്നത്. പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിൻ്റെ ഉള്ളിലും കൂടി അവർ വെക്കണം. അത് വെക്കേണ്ടത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ ഉള്ള സ്ത്രീകളുടെ ആയാലും കുട്ടികളുടെ ആയാലും അവരുടെ സുരക്ഷിത അത് റെയിൽവേ അത് അംഗീകരിച്ചേ പറ്റൂ. ഇങ്ങനെ മദ്യപാനം കഴിച്ചിട്ട് ഓരോരുത്തർ ട്രെയിനിൽ വന്ന് കയറി ഇത്രയും പോലീസ് ഓരോ സ്റ്റേഷനിൽ എത്തുന്ന പോലീസുകാരും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലമാണത്. അപ്പം ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും പറ്റണില്ല. അപ്പം ഇതിന് സുരക്ഷിത അത് റെയിൽവേ എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ഇനിയൊരു സൗമ്യം ഉണ്ടാവരുത് എന്ന് ഞാൻ 15 കൊല്ലമായിട്ട് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സർക്കാരിന്റെ പെരുകുന്ന മദ്യക്കച്ചവടത്തിന്റെ ഫലമാണ് ട്രെയിനിൽ യുവതികൾക്ക് നേരെയുണ്ടായ ആക്രമണമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ. മദ്യത്തിന്റെയും ലഹരിയുടെയും രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന ഉപഭോഗമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാക്കി കേരളത്തെ പിണറായി സർക്കാർ മാറ്റി. ആർത്തി പൂണ്ട മദ്യനയത്തിന്റെ ഇരയാണ് ശ്രീകുട്ടി എന്ന പെൺകുട്ടി. കേരളത്തിലെ സ്ത്രീകൾക്ക് മനസമാധാനത്തോടെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. പ്രതിക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണം. ശ്രീകുട്ടിക്ക് സൗജന്യ ചികിത്സയും സഹായവും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്നും ജെബി മേത്തർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന ആവലാതിയിലാണ് കേരളത്തിലെ സ്ത്രീകളുള്ളത്. എന്ത് മനസമാധാനത്തോടുകൂടി എന്തൊക്കെ നൽകി എന്ന് പറഞ്ഞാലും സ്ത്രീകളുടെ സുരക്ഷ തന്നെയാണ് പരമപ്രധാനം. ഇതിന് പ്രത്യേക പരിഗണന സർക്കാർ ഇന്നലെ നടന്ന ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇടപെടണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സർക്കാരിന്റെ ഒരു ഏറ്റവും വലിയൊരു ലഹരി തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും മദ്യ കച്ചവടം എന്ന് പറയുന്നത്. കേരളത്തിലെ മദ്യത്തിന്റെ ഒരു ഒഴുക്ക് ഇതുവരെ ചരിത്രത്തിൽ കാണാത്ത തരത്തിലേക്ക് ഏറ്റവും ഉയർന്നിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം. കോൺഗ്രസിന്റെയും UDF-ന്റെയും മദ്യനിരോധനത്തിലേക്കുള്ള അല്ലെങ്കിൽ കുറച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു തീരുമാനം അതായിരുന്നു UDF അനുവർത്തിച്ചതെങ്കിൽ ഇവിടെ കാണുന്ന കാഴ്ച ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ 29 ബാറുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുന്ന കാലഘട്ടത്തിൽ 29 ബാറുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 2024 മെയ് വരെയുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 801 ബാറുകളായി ഉയർന്നു. കൊച്ചിയിൽ 71കാരിക്ക് വൃദ്ധസദനത്തിൽ ക്രൂരമർദ്ദനം നേരിട്ടതായി പരാതി. എരൂരിലെ RJ ട്രസ്റ്റിനെതിരെയാണ് ആരോപണം. കിടപ്പ് രോഗിയായ ശാന്തയാണ് മർദ്ദനത്തിനിരയായത്. വൃദ്ധസദനത്തിനെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എനിക്ക് സാറിനോട് ഒരുപാട് പരാതി പറയാനുണ്ട്. തീരാത്തോളം മലം മാറ്റില്ല അല്ലേ, ക്ലീൻ ചെയ്യില്ല അല്ലേ, നോക്കിക്കോളാം. ഭയങ്കര പേടിയായിരുന്നു. അത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. കണ്ണിലും മൂക്കിലും ഒരു വെള്ളപ്പൊടി, മേത്തൂടെ പൗഡറൊന്നുമല്ല, കടിക്കും. വയറ്റിൽ നീര് തന്നെ, ഭക്ഷണം വേണ്ട, പിന്നെ വയറ്റ് നെഞ്ഞത്തിട്ടല്ലേ താങ്ങ്. 71കാരിയായ ശാന്തയ്ക്കാണ് ദുരനുഭവം നേരിടേണ്ടി വന്നത്. ഭക്ഷണം പോലും ശരിയായി നൽകിയില്ലെന്നും ശാന്ത തന്നെ വ്യക്തമാക്കുന്നു. രോഗിയായ അനിയത്തിയും മകളുമാണ് ശാന്തയെ വൃദ്ധസദനത്തിലാക്കിയത്. മാസം 24,000 രൂപയും നൽകി. എന്നാൽ ശാന്തയെ കാണാൻ
RJ ട്രസ്റ്റിലെത്തിയ അനുജത്തിയെയും മകളെയും കാണാൻ അനുവദിച്ചില്ല. ഒടുവിൽ ശാന്തയുടെ ആരോഗ്യസ്ഥിതി മോശമായപ്പോഴാണ് സ്ഥാപനമുടമ വിളിച്ചതെന്നും സഹോദരി പറഞ്ഞു. ഈ നെഞ്ചിന് ഈ ചവിട്ടിടിയൊക്കെ കൊണ്ടുവന്നത് ചേച്ചിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളാണ്. ചേച്ചിനെ ഭീഷണിപ്പെടുത്തിയേക്കായിരുന്നു. ഇത് പുറത്ത് പറഞ്ഞാൽ ശരിയാക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് കാരണവശാലും ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും പറയരുതെന്ന് ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നടത്തിപ്പുകാരിയാണോ? നടത്തിപ്പുകാരിയാണ്. അവർ രാധ. വെറുതെ ഭക്ഷണം കഴിച്ചാൽ അടി, പഠിച്ചില്ലെങ്കിൽ അടി. മലവിസർജനങ്ങൾ പോയി കഴിഞ്ഞാൽ അതിനെ അടി, അതൊന്നും എടുത്ത് കളയൂല. അതേ സമയത്തൊന്നും മേലാസകലം ചതഞ്ഞ പാടുകളുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം മാഞ്ഞു തുടങ്ങി. 24,000 രൂപയ്ക്ക് മുകളിൽ ശാന്തയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം ചോദിച്ചപ്പോൾ സഹോദരി നൽകിയില്ലെന്നാണ് സ്ഥാപന ഉടമ വ്യക്തമാക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. അതേസമയം വൃദ്ധസദനം ഉടമ മർദ്ദിച്ചുവെന്ന ശാന്തയുടെ പരാതിയിൽ ഹിൽ പാലസ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള UDFന്റെ ജനകീയ വിചാരണ യാത്രയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ജാഥ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാവ് KS ശബരിനാഥൻ, VS ശിവകുമാർ, M വിൻസെന്റ്, MM ഹസൻ, പാലോട് രവി തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി. എല്ലാവരോടും കടക്ക് പുറത്ത് എന്ന് ആവർത്തിച്ചു പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളത്തിലെ ജനങ്ങളും കടക്ക് പുറത്ത് എന്ന് പറയുന്ന കാലം വിദൂരമല്ലെന്ന് VD സതീശൻ പറഞ്ഞു. നിരവധി പുരസ്കാരങ്ങൾ നേടി ശ്രദ്ധയാർജിച്ച ഒരു പഞ്ചായത്തുണ്ട് തൃശ്ശൂരിൽ. അരിമ്പൂർ പഞ്ചായത്ത്. വികസന നേട്ടങ്ങളുടെ കഥയാണ് പഞ്ചായത്തിന് പറയാനുള്ളത്. എന്നാൽ പോരായ്മകൾ ഓരോന്നായി ചൂണ്ടിക്കാണിക്കുകയാണ് പ്രതിപക്ഷം. ജനങ്ങൾ കാത്തിരിക്കുകയാണ് ആരെടുക്കും അരിമ്പൂർ എന്നറിയാൻ. സംസ്ഥാനത്തെ ആദ്യത്തെ വയോജന സൗഹൃദ പഞ്ചായത്ത്, സംസ്ഥാനത്തെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത്, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അംഗനവാടിക്കുള്ള അവാർഡ് ലഭിച്ച പഞ്ചായത്ത്, ഏറ്റവും മികച്ച ടീച്ചർക്കുള്ള അവാർഡ് ലഭിച്ച പഞ്ചായത്ത്, സ്വന്തമായി 55 കിലോവാട്ട് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചായത്ത്. തീരുന്നില്ല അരിമ്പൂർ പഞ്ചായത്തിലെ നേട്ടങ്ങൾ. 5 വർഷം തികയ്ക്കാൻ പോകുന്ന CPM ഭരണസമിതിക്ക് പറയാൻ വികസന നേട്ടങ്ങൾ ഏറെയാണ്. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സമസ്ത മേഖലയിലും ഈ ഭരണസമിതിക്ക് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ AC ആക്കി ശീതീകരിച്ച് കമ്മ്യൂണിറ്റി ഹാളാക്കി. വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ ഭരണസമിതി വളരെയധികം സന്തോഷത്തിലാണ്. കൃത്യതയോടെയുള്ള ഫണ്ട് വിനിയോഗമാണ് പഞ്ചായത്തിന്റെ നേട്ടങ്ങൾക്ക് പിന്നിൽ. കമ്മ്യൂണിറ്റി ഹാൾ വികസനവും അംഗൻവാടി വികസനവും സോളാർ വൈദ്യുതി ഉൽപാദനവും കുടിവെള്ള പരിഹാരവുമെല്ലാം ഭരണസമിതിയെ ജനപ്രിയമാക്കി മാറ്റിയെന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുന്നു. കഴിഞ്ഞ കാലത്തെ ഒരു 3 ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ചെലവഴിച്ച ഫണ്ട് ഞങ്ങൾക്ക് ഈ ഭരണസമിതിയുടെ കാലഘട്ടം കൊണ്ട് ചെലവഴിക്കാൻ കഴിഞ്ഞു. അത് MLA ഫണ്ട് ആയിക്കോട്ടെ, സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഫണ്ടുകളായിക്കോട്ടെ, ഗ്രാമപഞ്ചായത്തിൻ്റെ, ജില്ലാ പഞ്ചായത്തിൻ്റെ അടക്കം ഏറ്റവും നന്നായിട്ട് ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ വയോജന സൗഹൃദ പഞ്ചായത്ത്, സംസ്ഥാനത്തെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത്, 55 കിലോവാട്ട് സോളാർ വർക്ക് ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് അരിമ്പൂർ. അതേസമയം പ്രഖ്യാപനങ്ങളും ആഘോഷങ്ങളും ആഡംബരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നിന്നും പിന്മാറിക്കൊണ്ടാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. 5 വർഷത്തെ ഭരണമെടുത്തുവെന്നും ഭരണമാറ്റം ഉണ്ടാകുമെന്നും കോൺഗ്രസ് പറയുന്നു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ തരിശുരഹിത പഞ്ചായത്താണ്. ഈ തരിശുരഹിത പഞ്ചായത്തിലും ഇന്നും ഏക്കർ കണക്കിന് ഭൂമി തരിശായി കിടക്കുക. അത് ജനങ്ങൾ തയ്യാറാണ്. ജലസേചന സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഇത് ഇറക്കാത്തത്. ഇതുപോലെ തന്നെയാണ് വയോസേവന അവാർഡ് ലഭിച്ച പഞ്ചായത്ത്. വയോജനങ്ങൾക്ക് പഞ്ചായത്തിൻ്റെതായ ഏത് ബന്ധപ്പെട്ട ഓഫീസുകളിലും ഒരു പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് K-സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി ഇവിടെ നടപ്പിലാക്കി. ഇവിടെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം വന്നപ്പോൾ തീർത്തും സൗജന്യമായിരുന്ന ആ ഫ്രണ്ട് ഓഫീസ് സംവിധാനം K-സ്മാർട്ട് എന്ന് പറയുന്ന ഹെൽപ്പ് ഡെസ്ക് വഴിക്ക് ഇന്നും ജനങ്ങൾക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും വരുത്തിയിട്ടുള്ള ഒരു ഇതാണ്. അരിമ്പൂരിൽ അഴിമതി ഭരണമാണെന്നാണ് BJPയുടെ പക്ഷം. പണി പൂർത്തീകരിക്കാത്ത റോഡുകളും MP ഫണ്ട് വിനിയോഗിക്കാത്തതുമൊക്കെയാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. അത്രമേൽ അഴിമതിയാണ്, നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ഏറിയ റോഡുകളെല്ലാം തകർന്ന അവസ്ഥയിലാണ്. കേന്ദ്ര സർക്കാർ പദ്ധതി ലഭ്യമായ റോഡ് പോലും 2 വർഷമായിട്ടും പണി തുടങ്ങിയിട്ടില്ലാത്ത അവസ്ഥയിൽ
കിടക്കുകയാണ്. കേന്ദ്രമന്ത്രി അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും ചെലവഴിക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രോജക്റ്റ് കൊടുക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലും പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പഞ്ചായത്ത് വീണ്ടും ഒരു നാട്ടുവോട്ടിനൊരുങ്ങുമ്പോൾ പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. CPM-ന് വേരുറപ്പുള്ള മണ്ണ് തന്നെയാണ് അരിമ്പൂര്. പക്ഷേ തിരഞ്ഞെടുപ്പാണ്. പ്രവചനാതീതമായ മാറ്റങ്ങളുണ്ടാകാം. ആ മാറ്റങ്ങളാണ് പ്രതിപക്ഷ കക്ഷികളുടെ ലക്ഷ്യം. തൃശ്ശൂരിൽ നിന്നും A. അനുരാഗിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്. തെരുവ് നായ പ്രശ്നത്തിൽ വെള്ളിയാഴ്ച ഇടക്കാല ഉത്തരവിറക്കുമെന്ന് സുപ്രീം കോടതി. പൊതുസ്ഥലങ്ങളിൽ നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. സംസ്ഥാനങ്ങളുടെ മറുപടി ക്രോഡീകരിച്ച് സമർപ്പിക്കാൻ അമിക്കസ് ക്യൂറിക്ക് നിർദ്ദേശം. തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസാണ് ഇന്ന് പരിഗണിച്ചത്. പൊതുസ്ഥലങ്ങളിൽ നായകൾക്ക് ഭക്ഷണം നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടെന്നും ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കി. വിഷയത്തിൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർ സുപ്രീം കോടതിയിൽ ഹാജരായി. തെരുവുനായ്ക്കളുടെ ഭീഷണി തടയാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് മറുപടി നൽകാത്തതിന് നിരുപാധികം മാപ്പ് പറഞ്ഞു. കേരളത്തിനായി തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകി. പശ്ചിമ ബംഗാൾ, തെലങ്കാന എന്നിവ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ ഹാജരാകണമെന്ന് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NV അഞ്ജരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. മൃഗക്ഷേമ ബോർഡിനെ കക്ഷിയാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. കേസ് ഈ മാസം 7-ന് വീണ്ടും പരിഗണിക്കും. അന്ന് സംസ്ഥാനങ്ങളുടെ മറുപടി പരിശോധിച്ച് ഉത്തരവിറക്കുമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. വനിതാ ഏകദിന ലോകകപ്പ് നേടിയ ഹർമൻപ്രീത് കൗറിനും സംഘത്തിനും പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI. 51 കോടി രൂപയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് ലഭിക്കുക. BCCI സെക്രട്ടറി ദേവജിത് സായ്ക്കെയാണ് സമ്മാനത്തുക പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ താരങ്ങൾക്ക് പുറമെ പരിശീലക സംഘം, സപ്പോർട്ട് സ്റ്റാഫ് എന്നിവർക്കും ഈ തുക വീതിച്ച് നൽകും. ലോകകപ്പ് ജേതാക്കൾക്ക് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ നൽകുന്ന തുകയേക്കാൾ വലിയ തുകയാണ് BCCI പ്രഖ്യാപിച്ചത്. 39.78 കോടി രൂപയാണ് ലോകകപ്പ് വിജയിക്കുന്ന ടീമിന് സമ്മാനമായി രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ നൽകുന്നത്. പാർട്ടിസിപ്പേഷൻ പ്രൈസും ലീഗ് ഘട്ടത്തിലെ വിജയത്തിന്റെ പാരിതോഷികങ്ങളും ചേർത്ത് 3.1 കോടി രൂപ നേരത്തെ തന്നെ ഇന്ത്യൻ ടീം സ്വന്തമാക്കിയിട്ടുണ്ട്. ലോകകപ്പ് ജയിച്ചതോടെ ഈ തുക കൂടി ചേർത്ത് 42 കോടിയാണ് ആകെ ലഭിക്കുക. ഇത് കൂടാതെയാണ് BCCI വൻ തുക പ്രഖ്യാപിച്ചത്.